നമസ്കാരം. അശ്വതി ഭരണി കാർത്തിക, മകം പൂരം ഉത്രം, ചിത്തിര ചോതി വിശാഖം, അനിഴം, തൃക്കേട്ട ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നാളുകാർക്ക് ചില കാര്യങ്ങൾ പ്രധാനമായും വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഏപ്രിൽ 17 വ്യാഴാഴ്ച കൂടുതലായും ഈ കാര്യങ്ങൾ, ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ കൂടുതലായും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും. 16, 17 എന്നീ ദിവസങ്ങൾ ഇവർക്ക് കൂടുതൽ അനുകൂലമായി തീരാവുന്നതാണ്. ഏതെല്ലാം രാശിക്കാർക്കാണ് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കുക എന്ന് മനസ്സിലാക്കാം. അതിന് കാരണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ചൊവ്വാഗ്രഹത്തിന്റെയും ഭഗവാൻ ഹനുമാൻ സ്വാമിയുടെയും സ്വാധീനത്താലും വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷി തൃതീയ തിഥി കൂടി വരുന്ന ദിവസത്തിൽ വന്ന് ഭവിച്ചിരിക്കുന്നതായ ശുഭകരമായ യോഗത്താൽ ഇവർക്ക് ഈ കാര്യങ്ങൾ അനുകൂലമായി തീരും. ചന്ദ്രന് മുകളിൽ ചൊവ്വയുടെ ദൃഷ്ടി പതിഞ്ഞിരിക്കുകയാണ്. തന്മൂലം നീചഭംഗ രാജയോഗം എന്ന അപൂർവ യോഗം കടന്ന് വരികയാണ്, അഥവാ രൂപം കൊള്ളുകയാണ്. ഈ യോഗം മേടം, വൃശ്ചികം എന്നീ രാശിക്കാർക്കും കൂടാതെ ചിങ്ങം, തുലാം, മകരം എന്നീ രാശികളിലുള്ള നക്ഷത്രക്കാർക്കും വളരെയധികം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. ധൈര്യം, ശക്തി, ഭാഗ്യം, ധനപരമായ നേട്ടങ്ങൾ എന്നിവ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ഏതെല്ലാം രാശിക്കാർക്ക് എന്തെല്ലാം കാര്യങ്ങൾ പ്രധാനമായും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് ഇനി മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ ഹനുമാൻ സ്വാമിയെ വന്ദിക്കുക. ശ്രീരാമജയം എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യകാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ കൃപാ കടാക്ഷവും തേടിയെത്തുന്ന ദിവസങ്ങളാണ് ഇത്. തന്മൂലം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അത് അനുകൂലമായ ഫലങ്ങൾ നൽകും. സാമ്പത്തിക സ്ഥിതി അനുകൂലമാവുകയോ അതല്ല നിങ്ങൾക്ക് ധനപരമായ പ്രയാസങ്ങളുണ്ട് എങ്കിൽ അത് തീരുന്നതിന് സഹായകരമായ സഹായങ്ങൾ ലഭിക്കാം. ധനം പല വഴികളിലൂടെയും കൈകളിലേക്ക് വന്നു ചേരാം. ചില തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മുൻപ് എടുക്കേണ്ടതായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കാത്തതായ ആ സാഹചര്യങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു ചേരും. ആത്മവിശ്വാസത്തോടെയായിരിക്കും ആ തീരുമാനങ്ങൾ എടുക്കുക. തന്മൂലം തനിക്ക് നേട്ടങ്ങളുണ്ടാകും എന്ന ഉറച്ച ബോധ്യത്താൽ തീരുമാനം കൈക്കൊള്ളുവാൻ സാധിക്കും. ജോലിയിൽ ഉത്സാഹം തുടരുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഊർജ്ജസ്വലതയോടെ തന്നെയാണ് നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുക. തന്മൂലം നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. കരിയറുമായി ബന്ധപ്പെട്ട് പുരോഗതി, അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ജോലി മാറാനുള്ള ചില ശ്രമങ്ങൾ വിജയിക്കുകയോ അല്ലെങ്കിൽ കരിയറുമായി ബന്ധപ്പെട്ട് ആ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ അനുകൂലമായ ഫലങ്ങൾ, ശുഭവാർത്തകൾ, സന്തോഷ നിമിഷങ്ങൾ, കരിയറുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്ക് ഉതകുന്നതായ പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കും. പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും അത് അകറ്റുവാൻ സാധിക്കാത്തതായ കാര്യങ്ങൾക്ക്, അത്തരം ചിന്തകൾക്ക് മാറ്റങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളും അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പ്രതീക്ഷ നൽകുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ദിവസമാകുന്നു. ചെയ്യുന്നതായ പല കാര്യങ്ങളിലൂടെയും വരുമാനം നേടിയെടുക്കുവാനുള്ള സാധ്യതകളുണ്ട്. പല വഴികളിലൂടെയും ലാഭം നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പലരിൽ നിന്നും സഹായം നിങ്ങൾക്ക് ലഭിക്കാം. നിങ്ങൾ പ്രതീക്ഷിക്കാതെയോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതായ സഹായം ലഭിക്കുകയോ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. സംസാരം, പെരുമാറ്റത്തിലെല്ലാം തന്നെ അനുകൂലമായ ഫലങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും വിധം നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ മനസ്സ് കവരുവാൻ സാധിക്കും വിധം പെരുമാറുവാൻ സാധിക്കും. എന്നാൽ ആ കാര്യങ്ങൾ കൃത്യമായിരിക്കും എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കോപം ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും കോപം കുറയ്ക്കുവാൻ ഒരു പരിധിവരെയെങ്കിലും നിങ്ങൾക്ക് സാധിക്കും. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾക്ക് സഹായകരമാകുന്ന ഉതകുന്ന കാര്യങ്ങൾ കോപം മൂലം നഷ്ടമാകുവാനുള്ള സാധ്യതകളുണ്ട്. അത് മനസ്സിലാക്കി കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം.
ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. മെച്ചപ്പെടേണ്ടതായ പല കാര്യങ്ങളും ജീവിതത്തിലുണ്ട്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ദിവസമായി തന്നെ മാറും. വളരെയധികം സന്തോഷം നൽകുന്നതായ പ്രവൃത്തികൾ ചെയ്യുവാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. പ്രതീക്ഷിക്കാതെ തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം, അനുകൂലമായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. പ്രത്യേകിച്ചും കരാറുമായി ബന്ധപ്പെട്ട ജോലികളാണ് എങ്കിൽ വരുമാനം അല്പം കൂടി വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് കടന്നു വരാം. ആശ്വാസം ലഭിക്കുവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളിലും പ്രധാനമായും തിരിച്ചടികൾ നേരിടും എന്ന് വിശ്വസിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. സ്വത്ത് തർക്കങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പല തീരുമാനങ്ങളും നിങ്ങൾക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ചെയ്യുവാൻ സാധിക്കും. അതായത് മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുക എന്ന കാര്യം ഈ സമയം നിങ്ങൾക്ക് സംഭവിക്കാം. പല വ്യക്തികളുടെയും പിന്തുണ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അത് ലാഭത്തിന് വഴിയൊരുക്കുകയോ അല്ലെങ്കിൽ വന്നു ചേരേണ്ട തിരിച്ചടികളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നൽകുകയോ ചെയ്യാം. കൂടാതെ പ്രത്യേകിച്ചും ദീർഘകാലമായുള്ള പല പ്രശ്നങ്ങളും വിഷമതകൾക്കും പരിഹാരം അത് എപ്രകാരം തരണം ചെയ്യുവാൻ സാധിക്കും എന്ന വ്യക്തമായ ബോധ്യം നിങ്ങൾക്ക് വന്നു ചേരും. പലപ്പോഴും ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും ശത്രുക്കളുമായി ബന്ധപ്പെട്ട് തിരിച്ചടികൾ, വിഷമങ്ങൾ സംഭവിക്കുന്നു. അതിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരും. ശത്രുക്കളെ ഈ സമയം നിങ്ങൾക്ക് പരാജയപ്പെടുത്തുവാൻ സാധിക്കും. നേരായ മാർഗത്തിലൂടെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുന്ന ദിവസങ്ങളായി തന്നെ മാറും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ഭാഗ്യം തുണയ്ക്കുന്ന ദിവസങ്ങൾ തന്നെയാകുന്നു. തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പലവിധ കഴിവുകൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ അത് പ്രകാശിപ്പിക്കുവാൻ കഴിവിനൊത്ത അവസരങ്ങൾ ലഭിക്കാത്തതായ സാഹചര്യം. അത് കലാപരമായ കഴിവുകളാണ് എങ്കിലും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രദർശിപ്പിക്കുവാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ സാധിക്കുന്ന അവസരങ്ങൾ കടന്നു വരുന്ന ദിവസങ്ങളാണ് മുൻപിലുള്ളത്. വരുമാനം നേടിയെടുക്കുവാൻ സാധിക്കുക, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും വരുമാന സ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക, അതല്ല പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാണ്. ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഭാഗ്യം നിങ്ങളുടെ പക്ഷത്തേക്ക് കടന്നു വരുന്ന സമയം. സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവരുടെ സഹായത്താൽ പല ലാഭകരമായ കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും. ചില സംരംഭങ്ങൾ നിങ്ങൾക്ക് ലാഭം നേടിത്തരുവാൻ സഹായിക്കും എന്ന് തന്നെ പരാമർശിക്കാം. മുൻപ് ലാഭമല്ലാത്തതായ കാര്യങ്ങൾ പോലും ഈ ദിവസങ്ങളിൽ അല്പം അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. വിദ്യയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പ്രതീക്ഷ നൽകുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ സമയം കടന്നു വരാം. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ശ്രദ്ധേയമായ വിജയങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം. ആശയവിനിമയം കൃത്യമായിരിക്കും. പ്രശംസ നേടിയെടുക്കുവാൻ പോലും സാധിക്കും. സംസാര വൈഭവം കൊണ്ട് ഉന്നതരായ വ്യക്തികളെ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളെയാണ് എങ്കിൽ പോലും ആകർഷിക്കുവാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. ബഹുമാനവും മാന്യതയും വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത്തരത്തിൽ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ
വർദ്ധിക്കുന്നതായ സമയമാണ്. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയം, ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. എന്നാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകണം. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ. ഇവരെ സംബന്ധിച്ചിടത്തോളം അഥവാ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ദിവസങ്ങൾ തന്നെയായി ഈ 2 ദിവസങ്ങൾ മാറാം. പ്രധാനമായും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാം. പ്രത്യേകിച്ചും നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യത വളരെയധികം വർദ്ധിക്കും. കൂടാതെ ഈ സമയം പല വ്യക്തികൾ മൂലവും നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾക്ക് കാരണമായി തീരാം. വളരെ കാലമായി ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജോലി മാറ്റം തുടങ്ങിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത്തരം കാര്യങ്ങളിൽ വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. ജോലിയിൽ സഹപ്രവർത്തകരുടെ പിന്തുണ നിങ്ങൾക്ക് വന്നു ചേരും. മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഭാവിയിൽ ഗുണം നൽകുന്നതായ ചില കാര്യങ്ങൾ, ഭാവി മുൻകൂട്ടി കണ്ട് ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ സാധിക്കും. കുടുംബത്തിൽ അനുകൂലമായ കാര്യങ്ങൾ, പ്രധാനമായും കുടുംബാന്തരീക്ഷം നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ജീവിത പങ്കാളിയുമായുള്ള ബന്ധം നിങ്ങൾക്ക് കൂടുതൽ ശക്തമായി തന്നെ തീരും. പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, നേട്ടങ്ങൾ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. അതിനാൽ പങ്കാളിയുടെ സഹായവും ഈ സമയം നിങ്ങൾക്ക് ലഭിക്കും. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ അനുകൂലമായി തീരാം. പങ്കാളിയുടെ പേരിൽ ഈ സമയം പല നിക്ഷേപങ്ങൾക്കും സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ ചില സാമ്പത്തികപരമായ കാര്യങ്ങൾ പങ്കാളിയുമായി ബന്ധപ്പെട്ട് സംഭവിക്കാവുന്നതാണ്. പങ്കാളിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായി തീരാം. ഈ സമയം പ്രധാനമായും ഗുണകരമാകാവുന്ന പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ്. തൊഴിൽ സംബന്ധമായും ബിസിനസ് സംബന്ധമായും ചെയ്യുന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടും ലാഭം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ 2 ദിവസങ്ങൾ കൂടുതൽ പ്രതീക്ഷാജനകമായ ദിവസങ്ങളായി മാറും. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ശരിയായി തീരുന്ന ദിവസം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. ജോലി സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കും. ഫലപ്രദമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുവാൻ സാധിക്കും. സഹകരണത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും. ഭാഗ്യം നിങ്ങളെ അനുകൂലിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അത് പ്രകടമാകുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ട യാത്രകൾ അത് വിജയകരമായി തീരുക തന്നെ ചെയ്യും. ആസ്വാദ്യകരമായി തീരാം. പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ കയ്യെത്തും ദൂരത്ത് നഷ്ടമാവുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നേടുവാൻ സാധിക്കുമോ എന്ന ചിന്ത പല രീതിയിലും പിൻവാങ്ങുന്നതായ സാഹചര്യം, ശ്രമിച്ചാലും എത്താത്തതായ സാഹചര്യം. ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ മറ്റ് ചില ആഗ്രഹങ്ങളാണ് എങ്കിലും നടക്കാനുള്ള സാധ്യതകൾ അല്പം വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ്. പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് വന്നു ചേരാം. പുതിയ വരുമാന സ്രോതസ്സുകളുമായി ബന്ധപ്പെട്ടും ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. പ്രത്യേകിച്ചും ഈ സമയം പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ സുഖകരമായി തീരാം. കുടുംബ ബന്ധങ്ങൾ സമാധാനപൂർണമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിച്ചു എന്ന് വരാം. ചെലവുകൾ അല്പം വർദ്ധിക്കും എങ്കിൽ പോലും ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്നതിലൂടെ അത് നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. പല കാര്യങ്ങളിലും പണം സംരക്ഷിക്കുവാൻ അല്ലെങ്കിൽ ചിലവ് കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യത ഈ സമയം കൂടുതൽ തന്നെയാകുന്നു.
കൂടാതെ പല വ്യക്തികളിൽ നിന്നും സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ മറ്റ് സഹായമോ ലഭിക്കുന്നതായ സാഹചര്യങ്ങളും വന്നു ചേരും. നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ലാഭസാധ്യത വന്നു ചേരാം. ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന, ഉയർച്ച നൽകുന്നതായ ചില അവസരങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. അതിനാൽ അത്തരത്തിൽ നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങളോ അല്ലെങ്കിൽ സന്തോഷകരമായ നിമിഷങ്ങളോ ശുഭവാർത്തകളോ നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ്. പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കും. എന്നാൽ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകമായ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്.